ഇന്ന് നമ്മുടെ ചെടികൾക്കും പച്ചക്കറികൾക്കും നല്ല എഫക്റ്റീവായിട്ടുള്ള ഒരു വളം കൊടുക്കാൻ പോവുകയാണേ. അപ്പോഴേ കഴിഞ്ഞ ആഴ്ച ഞാൻ ഇതുപോലെ ഡ്യൂട്ടി കഴിഞ്ഞ് വന്നപ്പോൾ അതിന് വേണ്ട സാധനങ്ങളെല്ലാം മേടിച്ചിട്ട് വന്നിട്ടുണ്ടായിരുന്നേ. ഇതാണ് നമ്മൾ പറഞ്ഞ ആ മെയിൻ ഐറ്റം. ഇത് പച്ചങ്കയറാണ് കേട്ടോ. അത് ഇതിന് വേണ്ടിയിട്ടുള്ളതല്ല, വേറൊരു കാര്യത്തിന് വേണ്ടിയിട്ടുള്ളതാണേ. ഇതെന്താണെന്ന് വെച്ചാൽ കാണിച്ചു തരാം. വേറൊന്നല്ല, നമ്മുടെ കടലപ്പിണ്ണാക്കാണേ. ഇന്നിപ്പോൾ ഇതിൻ്റെ കൂട്ടത്തിൽ കടലപ്പിണ്ണാക്ക് മാത്രമല്ല നമ്മൾ ആഡ് ചെയ്യാൻ പോകുന്നത്, എല്ലാം വഴിയെ പറയാം കേട്ടോ. കടലപ്പിണ്ണാക്ക് 1 കിലോ എടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മുടെ വേപ്പിൻ പിണ്ണാക്ക് ഞാൻ 1 കിലോ ആണ് മേടിച്ചുകൊണ്ട് വന്നത്. നമുക്കിതിലേക്ക് 1/2 കിലോ ആഡ് ചെയ്താൽ മതിയാവേ. അപ്പോൾ ഞാൻ അതിൻ്റെ നേർപകുതി ഇതിലേക്ക് ചേർക്കുന്നുണ്ട്. ഇനി നമുക്കിതിലേക്ക് 100 ഗ്രാം ശർക്കര ചേർത്ത് കൊടുക്കാം. ശർക്കര നന്നായിട്ട് പൊടിച്ചെടുത്തതാണേ. അടുത്ത് നമുക്ക് വേണ്ട ഒരു ഐറ്റമാണ് എല്ലുപൊടി ഞാനൊരു 2 പിടിയേ ചേർക്കുന്നുള്ളൂ. ഇതിലേക്ക് നമുക്കിനി 5 ലിറ്റർ വെള്ളം ഒഴിച്ചാണ് ഞാൻ പുളിപ്പിക്കാൻ വെക്കുന്നത്. നിങ്ങൾ ചെയ്യുമ്പോൾ ഒരു 10 ലിറ്റർ ആഡ് ചെയ്യണം കേട്ടോ. അതെനിക്ക് പിന്നീടാണ് മനസ്സിലായത്. ഇതുപോലെ വെള്ളം ഒഴിച്ചിട്ട് നമ്മളൊരു 5 ദിവസം പുളിപ്പിക്കാനായിട്ട് വെക്കുന്നുണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ ആദ്യം 5 ലിറ്റർ വെള്ളമാണ് ഒഴിച്ചത്. നെക്സ്റ്റ് ഡേ ഞാനത് ഇളക്കാനായിട്ട് നോക്കുമ്പോൾ ഫുള്ള് വെള്ളവും തീർന്നിട്ട് പിണ്ണാക്കെല്ലാം കൊന്ന് ഇങ്ങനെ ഇരിക്കുകയാണ്. പിന്നെ ഞാനൊരു 5 ലിറ്റർ വെള്ളവും കൂടി ഒഴിച്ചു കൊടുക്കുന്നുണ്ടായിരുന്നേ. അപ്പോൾ നിങ്ങളിതുപോലെ ചെയ്യുമ്പോൾ ഇതുപോലെയൊക്കെയാണ് ആഡ് ചെയ്യുന്നതെങ്കിൽ 10 ലിറ്റർ വെള്ളം ആദ്യമേ ചേർത്ത് ഇളക്കി മിക്സ് ചെയ്ത് വെക്കുന്നതാണ് ബെറ്റർ. ഇനി നമുക്കിതിനെ നന്നായിട്ട് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കാം കേട്ടോ. അടപ്പുള്ള ബക്കറ്റാണെങ്കിൽ നമുക്ക് ആ അടപ്പ് വെച്ചിട്ട് ടൈറ്റായിട്ട് അടച്ചു വെക്കാം. ഇതിപ്പോൾ എൻ്റെ ബക്കറ്റിന് അടപ്പില്ലാത്ത സാധാരണ ബക്കറ്റാണ്. അതുകൊണ്ട് ഞാനൊരു ചാക്കിട്ട് കെട്ടി വെക്കുന്നുണ്ട്. എന്നിട്ട് എല്ലാ ദിവസവും നമ്മൾ രാവിലെയോ അല്ലെങ്കിൽ വൈകിട്ടോ അതിനൊന്ന് ഇളക്കി യോജിപ്പിച്ച് കൊടുക്കണം. ഇതിപ്പോൾ കാണുന്നത് 5 ദിവസം കഴിഞ്ഞതിന് ശേഷമാണ്. നല്ല പുളിച്ചിരിക്കുന്നുണ്ട്. പ്രത്യേകിച്ച് സ്മെല്ലൊന്നും ഇല്ല. നമ്മൾ ഈ ശർക്കരയൊക്കെ ആഡ് ചെയ്യുന്നതുകൊണ്ട് ഒരുപാട് ബാഡ് സ്മെല്ലില്ല. ഞാൻ കയ്യിൽ ഒരു കവർ കെട്ടിയിട്ടുണ്ട് കേട്ടോ. നമ്മൾ ഇതുവരെയും ഗ്ലൗസ് മേടിച്ചിട്ടില്ല. ഗ്ലൗസ് മേടിക്കണം എന്ന് കുറേ നാളായിട്ട് വിചാരിക്കുന്നുണ്ട്. ഇനി എന്തായാലും ഉടനെ മേടിക്കും കേട്ടോ. അപ്പോൾ ഇത് ഡൈല്യൂട്ട് ചെയ്ത് വേണം ഒഴിക്കാനായിട്ട്. നമ്മൾ 1 കപ്പ് എടുത്തിട്ട് അതിൻ്റെ 10 ഇരട്ടി വെള്ളം ചേർത്താണ് ഞാൻ എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കുന്നത്. 10 ഇരട്ടി എന്ന് പറഞ്ഞപ്പോൾ എനിക്ക് ഏകദേശം ആ ബക്കറ്റ് നിറയെ തന്നെ ഉണ്ടായിരുന്നു കേട്ടോ. ഞങ്ങളുടെ വീട്ടിൽ വെക്കേഷന് ഒരുപാട് പേര് വന്നിട്ടുണ്ട്. ഇന്നത്തെ വീഡിയോയിൽ അവരെല്ലാം ഇടയ്ക്കിടയ്ക്ക് നിങ്ങൾക്ക് കാണാം കേട്ടോ. അപ്പോൾ നമുക്ക് ഇനി ഓരോ പ്ലാന്റ്സിനും ഒഴിച്ചെടുക്കാം. ഇത് കഴിഞ്ഞ ആഴ്ചയിൽ നമ്മൾ നട്ടുവെച്ച നമ്മുടെ വഴുതനയാണ്. അതിന് 1 കപ്പ് ഞാൻ ഒഴിച്ചു കൊടുക്കുന്നുണ്ടേ. എല്ലാ വഴുതനയ്ക്കും പച്ചമുളകിനും അതുപോലെ നമ്മുടെ കോളിഫ്ലവറിനും എല്ലാത്തിനും ഒഴിച്ചു കൊടുക്കാം. ചെറിയ പ്ലാന്റ്സിനൊക്കെ അതനുസരിച്ച് പ്ലാന്റിൻ്റെ വലിപ്പം അനുസരിച്ച് വേണം നമ്മൾ ഒഴിച്ചു കൊടുക്കാനായിട്ട്. ഇത് ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ഞാൻ ജസ്റ്റ് ഒന്ന് നനച്ചിട്ടുണ്ടായിരുന്നു കേട്ടോ. മണ്ണൊക്കെ ഒരുപാട് ഡ്രൈ ആയിരിക്കുന്ന സമയത്ത് ഒഴിച്ചു കൊടുക്കാതിരിക്കുന്നതാണ് നല്ലത്. നമ്മൾ ഇതുപോലെ വളങ്ങൾ ഒഴിച്ചു കൊടുക്കുന്നതിന് തൊട്ട് മുന്നേ ഒന്ന് ചെറുതായിട്ട് നനച്ചതിന് ശേഷം വേണം ഇതുപോലുള്ള വളങ്ങളെല്ലാം ഒഴിച്ചു കൊടുക്കാനായിട്ട് കേട്ടോ. കോളിഫ്ലവർ എന്തായാലും ഒന്ന് കായ്ക്കുന്നതിനായിട്ട് ഞാൻ വെയിറ്റിംഗ് ആണ്. എന്തായാലും അന്ന് നമ്മൾ നട്ടതിനേക്കാളും നല്ല വളർച്ച എത്തിയിട്ടുണ്ട്. ഇതുപോലെ വീഡിയോസ് എടുത്തു വെക്കുന്നത് കാരണം നമുക്ക് അവരുടെ ഗ്രോത്ത് നന്നായിട്ട് മനസ്സിലാവും കേട്ടോ. പഴയ വീഡിയോ കാണുമ്പോഴാണ് ഞാൻ ഓർക്കുന്നത്, ആഹാ ഇത് നടുന്ന സമയത്ത് ചെറുതായിരുന്നല്ലോ, ഇപ്പം ഇത് ഇത്രയൊക്കെ വളർന്നിട്ടുണ്ടല്ലോ എന്ന് ഓർക്കുമ്പോൾ ഒരു സന്തോഷം തന്നെയാണ് കേട്ടോ. ഇനി നമ്മുടെ ഉണ്ടമുളകിനും പയറിനും ഒക്കെ ഒഴിച്ചു കൊടുക്കുന്നുണ്ട്. എല്ലാത്തിനും നല്ലതാണ് കേട്ടോ. നമ്മുടെ ഈ കടലപ്പിണ്ണാക്കിൽ ധാരാളം നൈട്രജൻ കണ്ടന്റ് ഉണ്ട്. അത് നമ്മുടെ പ്ലാന്റിൻ്റെ നല്ല ഹെൽത്തി ആയിട്ടുള്ള ഗ്രോത്തിനും അതുപോലെ അതിൻ്റെ ലീവ്സിനൊക്കെ നല്ല ഗ്രീൻ കളർ കൊടുക്കാനും ഒക്കെ ഹെൽപ്പ് ചെയ്യും കേട്ടോ. ഇന്നിപ്പോൾ ക്യാമറയും കൊണ്ട് എൻ്റെ പിന്നാലെ നടക്കാനും ആളുണ്ടേ. ഞാൻ പറഞ്ഞല്ലോ, വെക്കേഷൻ ആയപ്പോൾ വെക്കേഷൻ ആഘോഷിക്കാനായിട്ട് ഞങ്ങളുടെ വീട്ടിൽ ഒരുപാട് പേര് വന്നിട്ടുണ്ടെന്ന്. അങ്ങനെ കുറേ കുട്ടീസ് ഉണ്ട്. അവർക്ക് ആർക്കും ഇതുപോലെ വീഡിയോ എടുത്തുള്ള എക്സ്പീരിയൻസ് ഒന്നും ഇല്ല എങ്കിലും ഇതുപോലെ സ്റ്റാൻഡൊക്കെ വെച്ച് വീഡിയോ എടുക്കുന്ന കാണുമ്പോൾ അവർക്ക് ഭയങ്കര ഇൻട്രസ്റ്റ് ആയിരുന്നു കേട്ടോ. പിന്നെ ഞാനും വിചാരിച്ചു ഇങ്ങനെയൊക്കെയല്ലേ പഠിക്കുന്നത്, എന്നാൽ പിന്നെ കൂടെ കൂടിക്കോട്ടെ എന്ന്. അവരെല്ലാം അങ്ങനെ എന്നെ ചുറ്റിപ്പറ്റി തന്നെ നടക്കുന്നുണ്ടായിരുന്നേ അവസാനം വരെയും. അപ്പോൾ ഞാനും ഹാപ്പി ആയിരുന്നു.
സോറി കേട്ടോ. അപ്പോൾ പറഞ്ഞ് ഞാൻ എൻ്റെ വിഷയത്തിൽ നിന്നേ മാറിപ്പോയി. അപ്പോൾ കടലപ്പിണ്ണാക്ക് നൈട്രജൻ കണ്ടന്റ് ധാരാളം ഉള്ളത് കൊണ്ട് പ്ലാന്റ്സിൻ്റെ ഗ്രോത്തിനൊക്കെ നന്നായിട്ട് ഹെൽപ്പ് ചെയ്യുമെന്ന് പറഞ്ഞല്ലോ. അതുപോലെ വേപ്പിൻ പിണ്ണാക്ക് റൂട്ടൊക്കെ ചീഞ്ഞു പോവാതിരിക്കാനും അണുക്കളൊക്കെ വന്ന് കീടങ്ങളൊക്കെ വന്ന് നശിപ്പിക്കാതിരിക്കാനും ഒക്കെ ഹെൽപ്ഫുള്ളാണേ. എല്ലുപൊടി പിന്നെ നമുക്ക് എല്ലാവർക്കും അറിയാമെന്നുള്ളതാണല്ലോ. ഫ്ലവറിങ്ങിനും റൂട്ടൊക്കെ സ്ട്രോങ് ആവാനും ഒക്കെ ഹെൽപ്പ് ചെയ്യുന്നതാണ്. അതുപോലെ ശർക്കര ആഡ് ചെയ്യുമ്പോൾ അതും ഒരു കീടനാശിനിയാണ് കേട്ടോ. അധികം സ്മെല്ലൊക്കെ വരാതെ ഹെൽപ്പ് ചെയ്യുന്നത് ഈ ശർക്കര ഇടുന്നത് കൊണ്ടാണ്. ഇനി നമ്മുടെ പ്രൊപ്പഗേഷൻ ഏരിയയിൽ ഇരുന്ന കുറച്ച് പുതുതായിട്ട് നട്ട റോസയ്ക്കും ഒക്കെ ഒഴിച്ചു കൊടുത്തിട്ടുണ്ട്. അതുപോലെ നമ്മൾ വീണ്ടും ഓരോ കപ്പ് എടുത്ത് ഇതുപോലെ നന്നായിട്ട് ഡൈല്യൂട്ട് ചെയ്താണ് ഓരോ പ്ലാന്റ്സിനും ഒഴിച്ചു കൊടുക്കുന്നതേ. ചെറിയ പ്ലാന്റ്സിനൊക്കെ കുറച്ച് ഒഴിച്ചു കൊടുത്താൽ മതിയാകും. ചൈനീസ് ബോൾസത്തിന് നന്നായിട്ട് ഞാൻ കുറച്ചുകൂടി ഡൈല്യൂട്ട് ചെയ്ത് നേർപ്പിച്ചാണ് ഒഴിച്ചു കൊടുക്കുന്നത്. നമ്മുടെ റോസൊക്കെല്ലാം നമുക്ക് കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇതൊക്കെ ഞാൻ പോട്ട് ചെയ്ത് വെച്ചിട്ട് ഇപ്പോൾ ഒരു 1 വീക്കൊക്കെ കഴിഞ്ഞിട്ടുണ്ടാവുകയുള്ളേ. ഇനി നമ്മുടെ വൈറ്റ് കോർണറിലിരിക്കുന്ന പ്ലാന്റ്സിനെല്ലാം നന്നായിട്ട് ഒഴിച്ചു കൊടുക്കാം കേട്ടോ. കാരണം അവരെല്ലാം നല്ല ഗ്രീൻ കളറുള്ള പ്ലാന്റ്സ് ആണല്ലോ. അപ്പം നല്ല ഗ്രീനിഷ് ആയിട്ട് നിൽക്കട്ടെ. ഇനി നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിനും കുറച്ച് ഒഴിച്ചു കൊടുക്കാം. ഇപ്പം നല്ല ചൂടായതുകൊണ്ട് ലീവ്സൊക്കെ കരിയുന്നത് ഞാൻ കട്ട് ചെയ്ത് കളഞ്ഞാലും വീണ്ടും എന്നും കട്ട് ചെയ്യാൻ കരിഞ്ഞ ലീവ്സൊക്കെ ഉണ്ടാവും കേട്ടോ. അപ്പോൾ ഏകദേശം നമ്മൾ എല്ലാ പ്ലാന്റ്സിനും ഒഴിച്ചിട്ടുണ്ട്. ഹാങ് ചെയ്തിട്ടിരുന്ന പ്ലാന്റ്സിനും ഒക്കെ ഒഴിച്ചിട്ടുണ്ട് കേട്ടോ. ഈ ഭയങ്കരമായ ചൂടാണെന്ന് തോന്നുന്നു. നമ്മുടെ ഗ്രൗണ്ട് ഓർക്കിഡ്സിലൊക്കെ ഫ്ലവേഴ്സ് വളരെ കുറവാണേ. ഞാൻ പറഞ്ഞല്ലോ ഞങ്ങളുടെ വീട്ടിൽ കുറച്ച് കുട്ടീസ് വന്നിട്ടുണ്ടെന്ന്. അവരൊക്കെയാണ് ഈ കാണുന്നത്. നമ്മുടെ റോസസിനും ഒഴിച്ചു കൊടുക്കാം. റോസസിനും ഇപ്പോൾ ഫ്ലവേഴ്സ് കുറവാണ്. ഇപ്പോൾ ഞാൻ അതിനെ കട്ട് ചെയ്ത് പ്രൂൺ ചെയ്തൊക്കെ നിർത്തിയേക്കാണ്. അപ്പോൾ ഇന്നത്തെ വീഡിയോ ഇത്രയൊക്കെ ഉള്ളൂ. അടുത്തൊരു വീഡിയോയുമായി കാണുന്നവരേക്കും ബൈ.